നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഒരു ഫണ്ണി ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ സമയം എങ്ങനെയുണ്ട്? നിങ്ങളുടെ സമയം എങ്ങനെയുണ്ട് എന്നാണ് ചോദിക്കുന്നത്. കാർഡുകൾ എന്താണ് പറയുന്നത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത്, അത് ഈ കാർഡൊന്നും നോക്കേണ്ട ആവശ്യമില്ല, മൊത്തം കോഞ്ഞാട്ടമാണെന്നല്ലേ. എന്നാലും കാർഡും കൂടെ അത് പറയുമോ എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ സമയം ഇപ്പോൾ എങ്ങനെയുണ്ട്? നിങ്ങളുടെ സമയം എങ്ങനെയുണ്ട്? നിങ്ങളുടെ സമയം ഇപ്പോൾ എങ്ങനെയുണ്ട്? കിങ് ഓഫ് സോഡ്സ് ആണ്. ഒരു വഴക്കുണ്ടാക്കി വഴക്കാളി മൂഡിലിരിക്കുന്ന പോലെയാണ് തോന്നുന്നത് നിങ്ങളുടെ സമയം. കിങ് ഓഫ് സോഡ്സ് ആണ്. അതായത് മൊത്തത്തിൽ നിങ്ങളൊരു ഈഗോയിസ്റ്റ് ആയിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ചിലപ്പോൾ നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതുപോലെ കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് എല്ലാത്തിനോടും ഒരു ദേഷ്യമുള്ളതുപോലെ തോന്നുന്നുണ്ട്. കാര്യങ്ങളെ ഒരു സംയമനത്തോടു കൂടി കാണാനായിട്ട് ഒരു പക്ഷേ പറ്റുന്നില്ലായിരിക്കും. നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല. അതുപോലെ ആളുകളോട് നിങ്ങളുടെ ആശയം കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് വഴക്കുകൾ ഉണ്ടാവുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സമയത്തിൽ ഇപ്പോൾ കുറച്ച് മോശം സമയമാണ്. നിങ്ങളെ തന്നെ നിയന്ത്രിക്കുക. 2 9 ഓഫ് കപ്സ് ആണ്. അതുപോലെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ട് അതിൽ വലിയ മെച്ചമൊന്നും കാണാത്തത് കൊണ്ട് പുതിയതായിട്ടൊന്നും ചെയ്യാതെ എല്ലാം ഇനിയിപ്പോൾ വരുന്നത് പോലെ വരട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നതാവാം. അല്ലെങ്കിൽ ഒന്നും നടക്കുന്നില്ല, പ്രത്യേകിച്ച് ഒന്നും ഒരു ചലനവും ലൈഫിൽ നടക്കുന്നില്ല, അതുകൊണ്ട് ഞാനും പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങളും ഒരു ഇനീഷ്യേറ്റീവ് ഒന്നും എടുക്കാതെ മടി പിടിച്ചിരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. അതായത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് എഫേർട്ട് ഒന്നും തന്നെ ഇല്ല എന്നാണ് കാണുന്നത്. മൂന്നാമത്തത് ജസ്റ്റിസ്. അതായത് നിങ്ങൾ എന്ത് ചെയ്തിട്ടോ അതിനൊരു ന്യായം കിട്ടുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. നിങ്ങളുടെ എൻ്റെ സമയം തീരെ ശരിയല്ല, എന്തെടുത്താലും ശരിയാവുന്നില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം പറയുന്നത് എൻ്റെ സമയം തീരെ ശരിയല്ല, അല്ലെങ്കിൽ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് നിങ്ങളിലുള്ളൊരു വിശ്വാസം പോയിരിക്കുന്നു. അതുപോലെ എന്ത് കാര്യം ചെയ്യുമ്പോഴും നെഗറ്റീവായിട്ടായിരിക്കും ചിന്തിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ശരിയാകാൻ പോകുന്നില്ല എന്ന മനസ്ഥിതിയോടു കൂടിയായിരിക്കും നിങ്ങൾ ഓരോ കാര്യവും ചെയ്യുന്നത്. എന്ത് കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ഇതിൻ്റെ അവസാനം ഇങ്ങനെ ആയിരിക്കും എന്നൊരു നെഗറ്റീവ് ചിന്തയിലായിരിക്കും നിങ്ങൾ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫലം കിട്ടുന്നില്ല. കാരണം നിങ്ങൾ നെഗറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നീതി വേണമെങ്കിൽ എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഔട്ട്കം വിഷ്വലൈസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇത് സംഭവിക്കും, ഇത് നടക്കും എന്ന് പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്യുക. അല്ലാത്ത പക്ഷം നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഒരു നീതികേടാണ്, ചെയ്യുന്ന പ്രവൃത്തിയോട് ചെയ്യുന്ന നീതികേടാണ്. നിങ്ങൾക്ക് നിങ്ങളിലുള്ള വിശ്വാസവും ഇല്ല, ചെയ്യുന്ന പ്രവൃത്തിയിലുള്ള വിശ്വാസവും ഇല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്താൽ അതിന് ഫലം കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ നിങ്ങളുടെ സമയം എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ മോശം സമയമാണെന്നാണ്. പക്ഷേ അതിനുള്ള ഗൈഡൻസ് ഇതാണ്. നിങ്ങൾ കുറച്ച് കൺട്രോൾ ചെയ്ത് നിൽക്കുക. അതുപോലെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേണ്ട എഫേർട്ട് എടുക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.